നീല നിറത്തിലുള്ള ലുങ്കി മടക്കി കുത്തി കർഷക വേഷത്തിൽ വയലിലെ ചേറിലിറങ്ങി MLA ഞാറ് നട്ടപ്പോൾ പ്രദേശത്തെ മുതിർന്ന കർഷകർ അഭിനന്ദനവുമായി എത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഒളവറ ഉളിയം വടക്ക് വയലിൽ നടത്തിയ മഴപ്പൊലിമയുടെ ഉദ്ഘാടനം നടത്തിയാണ് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ വയലിലെ ചളിയിലിറങ്ങി ഞാറ് നട്ടത്. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. കാർഷിക പ്രവർത്തനങ്ങളിൽ പതിറ്റാണ്ടുകളായി സജീവമായ MLAക്ക് ഞാറുനടൽ പുതുമയല്ലെങ്കിലും കർഷകർക്കും നാട്ടുകാർക്കും അത് അപൂർവ കാഴ്ചയായി. ചേറ് നിറഞ്ഞ പാടത്താണ് അന്നം വിളയിക്കാനാവുക എന്ന സന്ദേശമുയർത്തി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ മിഷനും ചേർന്ന് സംഘടിപ്പിച്ച മഴപ്പൊലിമയുടെ ഭാഗമായി നിരവധി മത്സരങ്ങളും ഉളിയം വടക്ക് വയലിൽ നടത്തി. ഒളവറ മുണ്ട്യ ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന ഘോഷയാത്രയോടെയാണ് മഴപ്പൊലിമയ്ക്ക് തുടക്കമിട്ടത്. പാടശേഖരത്തെ വയലിൽ ഞാറ് നടുന്നതിന് നാട്ടിപ്പാട്ട് അകമ്പടിയായപ്പോൾ ഉദ്ഘാടകനായ സന്ദീപ് വാര്യർ MLA പാട്ടിനൊത്ത ചുവടുവെച്ചു. രാധാ മുകുന്ദൻ, സത്യൻ, ബാബു ഒളവറ എന്നിവരുടെ ടീമും നാടൻ പാട്ടുമായി മഴപ്പൊലിമയെ സംഗീത സാന്ദ്രമാക്കി. തുടർന്ന് ഒറ്റക്കാലിൽ ഓട്ടം, നിധി കണ്ടെത്തൽ, ബലൂൺ ഫൈറ്റിംഗ്, നാടൻപാട്ട് ഷൂട്ടൌട്ട്, ഓട്ട മത്സരം, CDS സംഘങ്ങളുടെ ഫ്യൂഷൻ ഡാൻസ്, വനിതാ കമ്പവലി തുടങ്ങിയവ നടന്നു. സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ MV ജയൻ മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ D ഹരിദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ MK പ്രസന്ന, അഷ്രീഫ ജാബിർ, പഞ്ചായത്ത് അംഗം MV അനിത, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ KP സുഹറ, ഉപജീവന ഉപസമിതി കൺവീനർ K ശുഭകല, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. നിങ്ങൾ ആവേശം കണ്ടപ്പോൾ എനിക്ക് അവിടുന്ന് മാറാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ഇതിന് കൂടെ വന്നത്. അപ്പോൾ ഒരു കാര്യം പറയാം, ഇനിയും ഒരു എല്ലാ വർഷവും നിങ്ങളുടെ കൂടെ ഈ മഴപ്പൊലിമ പരിപാടി ഞാനുണ്ടാവും. ഇതിന് ഗംഭീരമായിട്ട് നമുക്ക് ഈ പരിപാടിയെ മാറ്റണം. ഇവിടെ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ പ്രസംഗിച്ച് വെറുതെ സമയം കളയുന്നില്ല. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. തരിശായി കിടക്കുന്ന ഭൂമികൾ കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകാൻ വേണ്ടി കുടുംബശ്രീ മുൻകൈ നടത്തുന്ന പരിപാടിയാണ്. ഇതിൽ കുടുംബശ്രീ എന്ന് പറയുന്ന കുടുംബശ്രീ മിഷൻ കുടുംബശ്രീയുടെ പ്രവർത്തനം രാജ്യത്തും ലോകത്തുമെമ്പാടും നമ്മുടെ കേരളത്തിന്, മലയാളത്തിന് പ്രശസ്തി നേടിക്കൊടുത്തിട്ടുള്ള, അംഗീകാരം നേടിക്കൊടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. നമ്മുടെ സ്ത്രീ ശക്തിയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു പ്രതീകമായിട്ട് കുടുംബശ്രീ മാറിയിരിക്കുകയാണ്. ഇന്ന് രാജ്യം മുഴുവൻ കുടുംബശ്രീയെ അഭിനന്ദിക്കുകയാണ്. അതിന്റെ കാരണം, അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്കാണ്, കുടുംബശ്രീയുടെ പ്രവർത്തകർക്കായിട്ടുള്ള നിങ്ങൾക്കാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.